നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. മികച്ച മത്സരങ്ങളാണ് ക്വാർട്ടർ ഫൈനലിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതിന്റെ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 നടക്കുക. ഏതായാലും കടുത്ത പോരാട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com UCLന്റെ ഒരു പവർ റാങ്കിംഗ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പരിശോധിക്കാം. 8ാം സ്ഥാനത്ത് വരുന്നത് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ്. അതായത് നിലവിൽ ഏറ്റവും കുറവ് കിരീട സാധ്യതയുള്ളത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനാണ് എന്നാണ് ഇവർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. PSV ആയിരുന്നു അവർ പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയിരുന്നത്. 7ാം സ്ഥാനത്ത് ആഴ്സണൽ ആണ് വരുന്നത്. നമുക്കറിയാം ഒരുപാട് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആഴ്സണൽ UCLന്റെ ക്വാർട്ടർ ഫൈനൽ എത്തുന്നത്. പോർട്ടോക്കെതിരെ കഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാരണവശാലും ആഴ്സണലിനെ നമുക്ക് എഴുതി തള്ളാനാവില്ല. ഇനി 6ാം സ്ഥാനത്ത് FC ബാഴ്സലോണ വരുന്നു. നാപ്പോളിക്കെതിരെ മികച്ച വിജയം നേടിക്കൊണ്ടാണ് FC ബാഴ്സലോണ ഇപ്പോൾ വരുന്നത്. പക്ഷെ ലീഗിൽ അത്ര ഒരു നല്ല നിലയിൽ ഒന്നുമല്ല ബാഴ്സലോണയുള്ളത്. എന്നിരുന്നാലും ഒരു കാരണവശാലും നമുക്ക് ബാഴ്സയെയും എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. 5ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക് വരുന്നു. ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മികവിലേക്ക് ഉയരാൻ ബയേണിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ 2ാം പാദത്തിൽ അവർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയായിരുന്നു. 4ാം സ്ഥാനത്ത് PSG ആണ് വരുന്നത്. അവർ റയൽ സോസിഡാഡിനെതിരെ ഒരു മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. PSG-യും ഇപ്പോൾ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്വാർട്ടർ ഫൈനൽ എത്തിയിരിക്കുന്നത്. ഇനി 3ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നു. അതായത് കിരീട ഫേവറേറ്റുകളായി വിലയിരുത്തപ്പെട്ട ഇന്റർ മിലാനെ അവരുടെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ വിജയം കരസ്ഥമാക്കി ക്വാർട്ടറിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 3ാം സ്ഥാനത്ത് അവർ എത്തിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡ്രിഡ് ആണ്. ഏറ്റവും കൂടുതൽ UCL കിരീടങ്ങൾ നേടിയ റയൽ മാഡ്രിഡ് RB ലീപ്സിഗിനെ പരാജയപ്പെടുത്തിയ ഒരു വലിയ വിജയമൊന്നും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആണ്, റയലാണ്. ഒരു കാരണവശാലും നമുക്ക് അവരെ എഴുതി തള്ളാൻ കഴിയില്ല, വില കുറച്ച് കാണാൻ കഴിയില്ല. 1ാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് വരുന്നത്. കോപ്പൻഹാഗനെതിരെ തകർപ്പൻ വിജയം അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ UCL കിരീടം നേടുക? നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.